പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കാമേ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തിരുമനസ്സായതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. എന്താണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക. ആ വചനം എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലാത്ത ജനത്തിന് വേണ്ടിയാണ് ഞാനിത് സമർപ്പിക്കുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എന്താണ് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ വെളിച്ചമായിരുന്നു, അത് ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ഈ നിരന്തരം പറയുന്നത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആദിയിലുണ്ടായിരുന്ന വചനമാണ്, ആ വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്, ആ വചനത്തെക്കുറിച്ചാണ് ആ വചനമാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കിട്ടുന്ന സമയമെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈ പ്രാർത്ഥന മുടങ്ങാതെ നിരന്തരം ചെല്ലണം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ 100, 200, 1000 എത്ര വേണമെങ്കിലും നമുക്ക് ചെല്ലാം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവ്, സ്വർഗവും സ്വർഗാദി സ്വർഗവും തുറന്ന് അനുഗ്രഹം വർഷിക്കുന്ന സ്വർഗീയ അപ്പച്ചൻ നമുക്ക് വേണ്ട എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ദൈവത്തിലെ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ അതീവ ശക്തമായ കരത്തിലേക്ക് നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മളുടെ മേൽ ചൊരിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് തരുന്ന എല്ലാ നന്മകൾക്കും നന്ദിയോട് സ്തോത്രം ചെയ്തുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഈശോയുടെ മക്കളാണ് നമ്മൾ. ഈശോയുടെ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. ആ അവകാശ ബോധ്യത്തോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെ മനുഷ്യർക്കാർക്കും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. നമ്മളുടെ സ്വർഗീയ പിതാവിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. ആ കരങ്ങളിലേക്ക് നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ആ വിട്ടുകൊടുത്തിട്ട് ആ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും, എന്നെയും കുടുംബത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം സർവ്വശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, 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 ആമേൻ.